ഹലോ, ഞാൻ രാജീവ് പുലശ്ശേരിയാണ്. സിനിമ കഫേയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് സിനിമകൾ ഇറങ്ങുമ്പോൾ അത് വലുതായാലും ചെറുതായാലും വൻ ഹൈപ്പോട് കൂടിയാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. മാക്സിമം പരസ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റു രീതികളിലും എല്ലാം കൊടുക്കാൻ അതിൻ്റെ അണിയറ പ്രവർത്തകർ മാക്സിമം ശ്രമിക്കാറുണ്ട്. പരമാവധി ജനങ്ങളിലേക്ക് ചിത്രം എത്തിച്ചേരട്ടെ എന്നുള്ള കാഴ്ചപ്പാടാണ് അതിൻ്റെ പിന്നിലുള്ള രഹസ്യം. പ്രത്യേകിച്ച് സൂപ്പർ മെഗാ താരങ്ങളുടെ ചിത്രങ്ങൾ കൂടിയാണെങ്കിൽ ഒന്നും പറയണ്ട, ഒരു പെരുന്നാളിൻ്റെ ആഘോഷമായിരിക്കും ആ ചിത്രം തിയേറ്ററിലേക്ക് എത്താൻ. എന്നാൽ അതിനെല്ലാം വിഭിന്നമായ രീതിയിൽ ഒരു മെഗാസ്റ്റാർ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. 2025 ഏപ്രിൽ 10 മലയാളത്തിൻ്റെ സ്വന്തം, നമ്മുടെ സ്വന്തം മെഗാസ്റ്റാർ മമ്മൂക്കയുടെ ബസൂക്ക തിയേറ്ററുകളിലേക്ക് എത്തുന്നു. മലയാള സിനിമയിൽ എണ്ണം പറഞ്ഞ ഹിറ്റുകൾക്കും സൂപ്പർ ഹിറ്റുകൾക്കും മെഗാ ഹിറ്റുകൾക്കും കഥയും തിരക്കഥയും ഒരുക്കിയ കലു ഡെന്നിസ് എന്ന മഹാനായ എഴുത്തുകാരൻ്റെ മകനായ ഡീനോ ഡെന്നിസ് ആദ്യമായി രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രം കൂടിയാണ് ബസൂക്ക. നവാഗത സംവിധായകർക്ക് എപ്പോഴും മുൻതൂക്കം നൽകുകയും അവർക്ക് അവസരങ്ങൾ നൽകുകയും ചെയ്യുന്ന മലയാളത്തിൻ്റെ സ്വന്തം മെഗാസ്റ്റാർ മമ്മൂക്ക വീണ്ടും ആ പതിവ് തെറ്റിക്കാതെ പുതിയൊരു സംവിധായകനെ കൂടി മലയാളത്തിന് സമ്മാനിക്കുകയാണ് ബസൂക്കയിലൂടെ. ഡീനോ ഡെന്നിസ് പറഞ്ഞതുപോലെ 2025 ഏപ്രിൽ 10 ബസൂക്ക തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. തിയേറ്റർ ഓഫ് ഡ്രീംസിൻ്റെയും യൂർലി ഫിലിംസിൻ്റെയും സരിഗമയുടെയും ബാനറിൽ ഡോൾവിൻ കുര്യാക്കോസും ജിനുവി എബ്രഹാമും വിക്രം മെഹ്റയും സിദ്ധാർത്ഥ് ആനന്ദകുമാറും ചേർന്ന് നിർമ്മാണം നിർവഹിച്ചിരിക്കുന്ന ബസൂക്ക തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ക്യാപിറ്റൽ സിനിമയാണ് ബസൂക്ക വിതരണത്തിനെടുത്തിരിക്കുന്നത്. മെഗാ താര ചിത്രമായ ബസൂക്കയുടെ ബഡ്ജറ്റ് 25 കോടിക്കും 30 കോടിക്കും ഇടയിലാണ് എന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. നിമിഷ് രവിയും റോബി വർഗീസ് രാജും ക്യാമറ ചലിപ്പിക്കുമ്പോൾ നിഷാദ് യൂസഫും പ്രവീൺ പ്രഭാകറുമാണ് എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത്. ബസൂക്കയുടെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് സയ്യിദ് അബ്ബാസ് ആണ്. മലയാളത്തിലെ മെഗാസ്റ്റാർ മമ്മൂക്കയോടൊപ്പം ഗൗതം വാസുദേവ് മേനോനും നിതാ പിള്ള, ദിവ്യ പിള്ള, ഐശ്വര്യ മേനോൻ, ഗായത്രി അയ്യർ, ഭാമ അരുൺ, സിദ്ധാർത്ഥ് ഭരതൻ, ഷൈൻ ടോം ചാക്കോ, ജഗദീഷ്, ഷറഫുദ്ദീൻ, സ്ഫടികം ജോർജ്, സണ്ണി വെയിൻ, ബാബു ആന്റണി, ഹക്കീം ഷാ, അങ്ങനെ നീണ്ട ഒരു താരനിര തന്നെ ബസൂക്കയിൽ അണിനിരക്കുന്നുണ്ട്. തമിഴ് സിനിമാ രംഗത്തെ ഏറ്റവും പ്രഗത്ഭരായ സംവിധായകരിൽ ഒരാളായ ഗൗതം വാസുദേവ് മേനോന്റെ ആദ്യ മലയാള ചിത്രമായ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സിൽ മമ്മൂക്ക എത്തിയിരുന്നു. അതിനുശേഷം എത്തുന്ന ചിത്രം കൂടിയാണ് ബസൂക്ക. അതുകൊണ്ട് തന്നെ ആളുകൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് ബസൂക്ക എന്ന സിനിമയെ നോക്കിക്കാണുന്നത്. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് പ്രതീക്ഷിച്ച അത്രയും വിജയം നേടിയിട്ടില്ല എന്ന് തോന്നിയിട്ടുള്ള മമ്മൂക്ക ആരാധകർക്ക് മുന്നിലേക്ക് ഒരു വൻ വിജയമാകുവാൻ വേണ്ടി ബസൂക്ക എത്തുകയാണ്. ബസൂക്ക 2025 ഏറ്റവും വലിയ വിജയങ്ങളൊന്നായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ആദ്യ ചിത്രത്തിലൂടെ വിജയത്തിന്റെ വെന്നിക്കൊടി പാറിക്കുവാൻ ഡീനോ ഡെന്നിസിനും സാധിക്കട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് ആശംസിച്ചുകൊണ്ട് സിനിമ കഫേയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണും വരെ എല്ലാവരോടും നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങളുടെ സ്വന്തം രാജീവ് മുല്ലശ്ശേരി.